പോയി കളിക്ക്. കാലോണ്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ട് നിൽക്കൊന്നും പറ്റില്ല. പോയി കളിക്ക്. പിന്നെ ഒരു ചെറിയ മുറിക്ക് വീട്ടിൽ കയറി ഇരിക്കുക. നാണം വേണ്ട എനക്ക്. ആ ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ വ്ളോഗാണെങ്കിലും എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു സ്ത്രീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുകയും വേണം. അവളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ അവൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയും വേണമെന്നുണ്ടെങ്കിൽ അവൾ സഹിക്കേണ്ടുന്ന കാര്യങ്ങൾ ചെറുതൊന്നല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ പൊരുതി ജീവിക്കുന്ന രണ്ട് സ്ത്രീകളുടെ, എൻ്റെ അറിവിലുള്ള രണ്ട് സ്ത്രീകളുടെ ലൈഫ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. എൻ്റെ മോനെ കളിക്കാൻ പോയിട്ട് വീണ്ടും വീണിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിയാക്കിയിട്ട് വരല അവനൊരു ഹോബിയാണ്. അതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും കളിക്കാൻ വിട്ടാക്കിയത്. രാവിലെ തന്നെ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റോട്ടിൽ ഇങ്ങനെ നായ ചത്തി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും പക്ഷേ പോയി നോക്കിയിട്ട് അതിന് കുഴിച്ചിടാനും വേണ്ടിയിട്ട് നമ്മൾ കോൾ ചെയ്ത് അറേഞ്ച് ചെയ്യാനൊക്കെ കുറേ നോക്കിയിട്ടോ, പക്ഷെ നടന്നില്ല. അപ്പം ഞങ്ങൾ തന്നെ കുഴിച്ചിടാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ നജാഫിൻ്റെ ഷോപ്പിൽ പോയി നമ്മുടെ കൈക്കോട്ടൊക്കെ ഉറപ്പിച്ച് പിക്കാസൊക്കെ ഉറപ്പിച്ച് ബഷി പറഞ്ഞു അവൻ തന്നെ ഹെൽപ്പ് ചെയ്യുക, കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അവൻ തന്നെ കുഴിച്ചിടാൻ, എന്നാലും ഇനിയിപ്പോൾ കാത്തു നിന്നിട്ട് കാര്യമില്ല പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റംഷാദൊക്കെ വന്നോട്ടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവരാണ് നമ്മളെ ആദ്യം ഇത് അറിയിച്ചത്. അപ്പോൾ പിന്നെ പുള്ളിയും കൂടി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ കുഴിച്ചിട്ടിട്ടോ. നായിനെ പഞ്ചായത്ത് മെമ്പർ ആയ ശേഷം ഇതേപോലെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പോവേണ്ടി വരും കേട്ടോ. സമയമൊന്നും ഉണ്ടാവില്ല. ആക്ച്വലി നായിനെ കുഴിച്ചിരുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ രണ്ടാളും സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ട് എന്നെ കാണാഞ്ഞിട്ട് നമ്മുടെ ചുറ്റൂടുള്ള വീടുകളിൽ നിന്നൊക്കെ പോയിട്ട് ഉമ്മയുടെ ഫോണിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഉമ്മാനെ കാണാനില്ല, ഉമ്മ എവിടെ ചോദിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് ഉമ്മക്ക് വിളിച്ചിട്ട് ഉമ്മ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് നമ്മൾ ഓവർസിയർ വന്നിട്ടുണ്ടായിരുന്നു. റോഡുകൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, രണ്ട് മൂന്ന് റോഡുകളുടെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് അളന്ന് നോക്കാനും നമ്മൾ വെച്ച പദ്ധതിയിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ആ സാറ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മെമ്പറെ വരൂ, ഏതൊക്കെ റോഡിൻ്റെ കാര്യം മെമ്പർ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്നു കേട്ടോ. ഓൾമോസ്റ്റ് പഴയലക്കിടി സെക്കൻഡ് വില്ലേജ് ടു അമ്പടികുന്ന് വരെ നമ്മൾ ഇങ്ങനെ നടന്നു ഈ അളവെടുക്കാനായിട്ട്. ഇത് നല്ലൊരു പ്രോസസ്സായിട്ട് തോന്നി. അതിൻ്റെ മാത്രമല്ല നമ്മുടെ റോഡിൽ നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ പണിയാൻ പറ്റും ഏറെക്കുറെ എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് സാറ് നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് വെച്ചിട്ട് മനസ്സിലായത് കേട്ടോ. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. കാരണം അവിടെ കുറേ രോഗികളും പാലിയേറ്റീവ് പേഷ്യൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്തുള്ള റോഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഞാനിങ്ങനെ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇവർ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ എങ്ങനെ ഇത്ര ബോൾഡായിട്ട് നിൽക്കുന്നത്, നീ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫാമിലിയും ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമൊക്കെ. ആക്ച്വലി ഇതൊന്നും ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമല്ല, പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എഴുന്നേറ്റത് മുതൽക്ക് രാത്രി കടന്നുറങ്ങുന്നത് വരെ നമ്മുടെ തലയിലൂടെ ഓടാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. വാർഡിലെ കാര്യങ്ങൾ, പഞ്ചായത്തിലെ കാര്യങ്ങൾ, മീറ്റിങ്ങുകൾ, അതുപോലെ നമ്മുടെ ക്ലാസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ, നോട്ട്സിൻ്റെ പ്രിപ്പറേഷൻ, നമുക്ക് വേണ്ടുന്ന അടുത്ത ക്യാമ്പിൻ്റെ കോർഡിനേഷൻ, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കൽ, സ്റ്റുഡൻസിൻ്റെ പരാതികൾ തീർക്കൽ, വാർഡിലുള്ള ആൾക്കാരുടെ പരാതി തീർക്കൽ, അതേപോലെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും കാര്യങ്ങൾ ശരിയാക്കാനുണ്ടെങ്കിൽ അത്, ഇപ്പോൾ കണ്ട പോലെ നായ ചത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിലോ കറണ്ട് പോയിട്ടുണ്ടെങ്കിലോ വരെ പാതിരാത്രി വരെ നമ്മൾ ആ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ നടക്കൽ, അങ്ങനെ കുറേയേറെ ഉത്തരവാദിത്തങ്ങളുടെ കൂടെ തന്നെ രാവിലത്തെ ചോറ് വയ്ക്കൽ, കൂട്ടാൻ വയ്ക്കൽ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കൽ, മുടി ചീവി കൊടുക്കൽ, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾക്കുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വേണം നമ്മുടെ ഹെൽത്ത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട്. അതും പോരാഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനൊരു സൂപ്പർ വുമൺ ആയതുകൊണ്ടൊന്നല്ല, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അൽഹംദുലില്ലാ ഇത്രയും ശാരീരികമായിട്ട് ഇത്രയും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബുദ്ധിമുട്ടുമ്പോഴും എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രൗഡ് എനിക്കുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര പ്രചോദനമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഈ രണ്ടുപേരും അവരുടെ സ്റ്റോറി എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. അതിലൊരാളുടെ സ്റ്റോറി ഇങ്ങനെയാണ്. ഭർത്താവ് മരണപ്പെട്ടു, 3 കുട്ടികളുണ്ട്. അവർ ജീവിക്കുന്നത് ഭർത്താവിൻ്റെ ഫാമിലിയും നാട്ടുകാരും അതുപോലെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജീവിതം അവർക്ക് കുറേ കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരൊരു ജോലി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ, ഞാൻ ഇങ്ങനെ ജോലിയൊക്കെ ആക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കാരണം ഞാൻ ജോലിക്ക് പോണ സമയത്ത് എന്നെക്കുറിച്ച് മറ്റുള്ളവർ കണ്ണി കണ്ടതും പറയുമെന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ അതിന് പോണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ആൻഡ് അതിനുശേഷം അവരുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്ന അണ്ടർവെയറിന് വരെ അവർ കണക്ക് പറയുന്നുണ്ട് എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോഴാണ് അവർ വീണ്ടും ജോലിക്ക് പോകാനായിട്ട് തയ്യാറായത്. പക്ഷേ ജനിച്ചിട്ട് ഇതുവരെ ഇതുപോലെ പുറത്ത് പോയി ജോലി ചെയ്യാന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാത്തൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങാനുള്ള സ്ട്രെങ്ത് ഇല്ല.
അപ്പോൾ അവർ എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളെ ഹാൻഡിൽ ചെയ്യുന്നതും ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് പാതി രാത്രിയാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതും പലപ്പോഴായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഭയങ്കര ബോൾഡാണ്. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞാൻ ആരെന്ത് പറഞ്ഞാലും കൂസിലാക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ ഞാനിരുന്ന് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങും. എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു മനുഷ്യരൊട്ടിക്ക് ഞാൻ സൗകര്യം കൊടുക്കില്ല, എന്നാലും എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഇങ്ങനെയല്ലേ പറഞ്ഞേ എന്നൊക്കെ പോയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എമോഷണലി ഡൗൺ ആവാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പിന്നെ എന്നെ അറിയുന്ന ആളുകൾ എൻ്റെ കൂടെ നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൂവൺ ആണെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ പ്രൂവൺ ആണെന്നുള്ളതുകൊണ്ടാണ് അവർ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കുമോ പ്രൂവ് ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ മുട്ടത്തോടിനകത്തുനിന്ന് നിങ്ങൾ വിരിഞ്ഞ് പുറത്ത് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായെന്ന് വരും. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഇനി അവരെന്തെങ്കിലും പറയുമോ, ഇവർ നിങ്ങളെക്കുറിച്ച് അപവാദം പറയുമോ, ഞാനത് കേട്ട് കരയേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊക്കെ മലയെടുത്ത് അപ്പുറത്തേക്ക് മറിച്ച് വെക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ സാധിക്കില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെയും ഡിമാൻഡ് ഓരോ പോലെയാണ്. ചില ആളുകൾ നിങ്ങളെ നോക്കി കാണുന്ന രീതി തന്നെ വേറെ ആയിരിക്കും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധേഡാവുക വേണ്ട. ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ആകെ വേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, കുറച്ച് സെൽഫ് റെസ്പെക്റ്റ്, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ബോൾഡ്. നിങ്ങൾ എത്രമാത്രം ബോൾഡ് ആവണോ അത്രമാത്രം ആളുകൾ നിങ്ങളുടെ അഹങ്കാരി എന്ന് പറയും, പക്ഷെ ഒരാൾ നിങ്ങളെ യൂസ് ചെയ്യില്ല കേട്ടോ. നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ആരും തന്നെ ധൈര്യപ്പെടില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു നടക്കുമ്പോൾ പറയും അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്നുള്ളത്. എന്നാലും നിങ്ങൾ അവർ ചൂഷണം ചെയ്യില്ല. പിന്നെ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയാനായിട്ട് നിങ്ങൾ ജോലിക്ക് പോകണ്ടെന്നൊന്നുമില്ല. നിങ്ങൾ ജോലിക്ക് പോകാണ്ട് വീട്ടിലിരുന്നാലും അവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യം ഉണ്ടാവും. ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞിട്ട് വല്ലവരുടെ ഔദാര്യം പറ്റിയിട്ട് ജീവിക്കുന്നതാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ വയ്യ, ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്തുകൂടെ അവൾക്ക് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നിങ്ങളുടെ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പലതരത്തിൽ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവൾക്ക് ഓരോ കാര്യങ്ങൾക്കും പൈസ ചോദിച്ച് യുദ്ധം വെട്ടിയിട്ടും കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയാണ്. അവളുടെ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണെങ്കിലും ഭർത്താവെന്നോ വീട്ടുകാരെന്നോ ഒന്നും പൈസ കിട്ടാണ്ടാണ് ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജോലി സ്ഥലത്തു നിന്നുള്ള പീഡനം, വീട്ടിലത്തെ പീഡനം, പണി ചെയ്യാൻ വയ്യ, വീട്ടിലത്തെ എല്ലാ ജോലി തീർത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ജോലിക്ക് പോവുക. ജോലിക്ക് പോയി കഴിഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം, അതും പോരാഞ്ഞിട്ട് സെക്ഷൽ അബ്യൂസ് വരെ ഇതുപോലെ ജോലി സ്ഥലത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പരാതിപ്പെട്ട സമയത്ത് ജോലി ചെയ്യുന്ന മാനേജർ പറഞ്ഞത്, നീ വേറൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നീ ഇനെഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കും, നീ എൻ്റെ ഇഷ്ടങ്ങൾക്ക് നിന്ന് തരാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരു ചോയ്സ് ആയിട്ട് അയാൾ പറഞ്ഞത്. ആൻഡ് അതേസമയം ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞത്, നീ ജോലിക്കേ പോകണ്ട, നിനക്കുള്ളതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നീ ജോലിക്ക് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ചൂഷണം ചെയ്യപ്പെടാനും അവരെ കുറ്റം പറയാനും അവർക്ക് പ്രശ്നങ്ങൾ കിട്ടാനും ഒക്കെ ഇഷ്ടം പോലെ വഴികളുണ്ട്. അത് ഈ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിഹാരം ഒന്നിനും കിട്ടില്ല. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുക, നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പണിയെടുക്കുക. ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് രാത്രി 10:30-ക്കാണ് കേട്ടോ. 10:30 മണിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങളിത് കഴിക്കുന്നത് 11 മണിക്കാണ്. അന്ന് ആലോചിച്ചൊക്കെ ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ ഡിന്നർ രാത്രി 11 മണിക്ക്. അപ്പോൾ അവൻ്റെ പക്ഷേ ആ നേരത്താണ് കേട്ടോ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങൾ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പല കാര്യങ്ങളും പലരും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മക്കൾക്ക് നമ്മൾ നേരത്തെ ഫുഡ് കൊടുത്ത് കടത്തി ഉറക്കി, പക്ഷേ ഞാനും ബഷിയും ഷാഹുലും ഉമ്മയൊക്കെ അന്നത്തെ ദിവസം ഫുഡ് കഴിച്ചത് പാതിരാത്രി 11 മണിക്കാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, ഒരുപാട് ജോലികൾ തീർക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിട്ട് എത്തുന്നത്. അപ്പോൾ അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് പറ്റാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഞാൻ ഈ 10:30-ക്ക് കുക്ക് ചെയ്യുകയാണെങ്കിലും ആരും ഒന്നും പരാതിപ്പെടാനായിട്ട് നിന്നിട്ടില്ല. പലപ്പോഴും നമ്മളെടുക്കുന്ന എഫേർട്ട് അപ്പോൾ കുറേ കുറ്റം പറച്ചിലോ പരാതി പറച്ചിലോ, ഓള് വീട് നേരെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഓള് കുട്ടികളുടെ നേരെ നോക്കുന്നില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ഓള് കൃത്യസമയത്തിന് ഫുഡാക്കുന്നില്ല, അങ്ങനെയൊക്കെ പലതരത്തിൽ പഴി പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവാൻ തുടങ്ങുന്ന സമയം മുതൽക്ക് നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങും എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ മനുഷ്യ സ്ത്രീകളാണ്, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറേ കാര്യത്തിൽ ഇതുപോലെ പിഴവുകളും സമയമെടുക്കലും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും.
പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ സെൽഫ് പ്രൂവ് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുക, നമുക്ക് വേണ്ടിയും കൂടെ നമ്മൾ കുറച്ച് സമയം ജീവിക്കുക, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് പുറകിലോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ ആയിരിക്കണം, അല്ലാണ്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ മറ്റു കുടുംബക്കാർക്ക് വേണ്ടിയിട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നിങ്ങൾ നിൽക്കരുത് കേട്ടോ. പിന്നെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നാടും സമൂഹവും ഒക്കെ അങ്ങനെയാണ്. ഫേസ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ, ബി സ്ട്രോങ്. ഇൻഷാല്ല വേറെ വീഡിയോയിൽ